ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് VFA റിവിഷൻ ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ് ആണ്. എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാ ഫാക്ട്സും, അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ വീഡിയോ ക്ലാസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നല്ല ഒരു റാങ്കിൽ തന്നെ കയറാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ അറിയാത്ത കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഒരു നോട്ടിൽ എഴുതിയെടുക്കുക കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അറിയുന്നത് വീണ്ടും വീണ്ടും നോട്ടിൽ ഇങ്ങനെ എഴുതി നിറക്കേണ്ട കാര്യമില്ല. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണത്. വെറുതെ കുറേ നോട്ട് എഴുതി എഴുതി നോട്ട് തന്നെ എന്താണ് ഒരു റാങ്ക് ഫയൽ ആക്കാൻ മാത്രം നോട്ടിലുണ്ടാവും. അപ്പോൾ അത്രയൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, എഴുതിയിട്ട് സമയം കളയണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയാത്ത കാര്യം മാത്രം. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് അറിയുന്ന കാര്യം എന്താണെന്നുള്ളത്. അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ റയറായിട്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. അത് വീണ്ടും റിവൈസ് ചെയ്യുക. അത്രേ ശരിക്കും ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് SCERT ഫാക്ട്സ് ആണ് കേട്ടോ. നോക്കിയാലോ. ജൈവ കണങ്ങൾ. ഓക്കെ. കോശങ്ങളും ഇത് 8ാം ക്ലാസ്സിലെ ആണോ 9ലെ ആണോ എന്നുള്ളത് ഓർമ്മയില്ല. ഒരു ചാപ്റ്ററിൽ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ കോശം എന്നുള്ള ആ ഒരു എന്താ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക്, കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ റിവിഷൻ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതിലില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അത് നോട്ട് ചെയ്യാം. ഇനി നോക്കാം നമുക്ക് ജൈവ കണങ്ങൾ അല്ലെ. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ജൈവ കണങ്ങൾ. എന്താണ് ജൈവ കണങ്ങൾ എന്ന് പറയുന്നത്? ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും, ആഹാരം എന്ത് ചെയ്യാന്, നിർമ്മിക്കാന് അതുപോലെ സംഭരിക്കാനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ജീവകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ വിവിധ തരം ജീവകണങ്ങൾ ഉണ്ട്. എത്ര തരം ഉണ്ട്? 3 തരം ജീവകണങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? 1 ഹരിതകണങ്ങൾ, 2 വർണ്ണകണങ്ങൾ, 3 എന്താണ്, ശ്വേത കണങ്ങൾ. ഓക്കെ. ശ്വേതകണങ്ങൾ, അതുപോലെ ഹരിതകണങ്ങൾ, പിന്നെന്താണ്, വർണ്ണകണങ്ങൾ. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക. ഇതില് ഹരിതകണങ്ങൾ എന്ന് പറയുമ്പോൾ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണിവ. എന്താണ്? ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഹരിതകണങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി ഇവയിൽ ഏത് വർണ്ണകമാണ് അടങ്ങിയിട്ടുള്ളത്? ഹരിതകം എന്ന വർണ്ണകമാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് എന്ത് ചെയ്യും? ഈ ഹരിതകം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈ ഹരിതകണമാണ്. അപ്പൊ ഹരിതകണങ്ങൾ എന്ന് പറയുന്നത് ഇല, തണ്ട് അല്ലെ, ഇതിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. അപ്പൊ എന്താ ഈ വർണ്ണകണങ്ങള്? പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന, എവിടെ? നമ്മൾ പഴം, ഫ്രൂട്ട്സ് ഒക്കെ പല നിറത്തിലുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ പഴങ്ങളിലും പൂക്കളും അതുപോലെ ഇതിലൊക്കെ കാണപ്പെടുന്ന വർണ്ണാഭമായിട്ടുള്ള ജൈവകണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, വർണ്ണകണങ്ങൾ എന്ന് പറയുന്നത്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകണങ്ങളുണ്ട്. ചുവപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, മഞ്ഞയുണ്ട് എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകണങ്ങൾ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ കണങ്ങൾ എന്ന് നോക്കാം. എക്സാമ്പിൾ പറയാണ്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കും. പല നിറത്തിലാവുമ്പോൾ എന്ത് ചെയ്യും, ഇത് പരാഗണത്തിന് വരുന്ന ജീവികൾ ഉണ്ടാവും, അതുപോലെ വിത്ത് വിതരണം അല്ലെ, ഇതിനൊക്കെ സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു.
മനസ്സിലായോ? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഓക്കെ, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ ഏത് നിറ നൽകുക? മഞ്ഞ. കരോട്ടിനോ? ഓറഞ്ച് അല്ലെ. ആന്തോസയാനിൻ എന്ന് പറയുന്നത് ചുവപ്പ് നിറം. ഓക്കെ ആണല്ലോ. ഇനി ശ്വേതകണങ്ങൾ എന്ന് പറയുമ്പോൾ വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വിത്ത്, വേര്, തണ്ട്. ഇതിലൊക്കെ വിത്ത്, വേര്, പിന്നെ തണ്ട് ഇവയിൽ കാണപ്പെടുന്ന വെളുത്തതോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ ആയ ജൈവ കണങ്ങൾ, ഒന്നുകിൽ വെളുത്തതായിരിക്കും അല്ലെങ്കിൽ നിറമില്ലാത്തതായിട്ടുള്ള ജൈവ കണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ശ്വേത കണങ്ങൾ എന്ന് പറയുന്നത്. ഇവ അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ഏതിലാണ്? അന്നജം, അതുപോലെ എണ്ണ, പ്രോട്ടീന്. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ഏതിലാണ്? ശ്വേത കണങ്ങളിലാണ്. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ഏതിലാണ്? ശ്വേത കണങ്ങളിലാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാനുള്ളത് കലകളാണ് അല്ലെ. കലകൾ, അതായത് എന്താണ് അതിന് എക്സാമ്പിൾ ആണ്. എന്താണ് കലകൾ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. പിന്നെ ഇതിൽ വിവിധ തരം കലകളാണ് നമുക്ക് നോക്കാനുള്ളത്. പാരൻ കൈമയുണ്ട്, അതുപോലെ എന്തുണ്ട്? കോളൻ കൈമയുണ്ട്, സ്ക്ലീറൻ കൈമ. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പറഞ്ഞേ. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ് പാരൻ കൈമ. അപ്പൊ പാരൻ കൈമയുടെ എന്താണ് പ്രത്യേകത? എന്താണ്? ജീവനുള്ള കോശങ്ങളാണ് ഈ പാരൻ കൈമയിലുള്ളത്. ഇതിൽ നേർത്ത കോശഭിത്തിയാണ് ഉള്ളത്. അതുപോലെ കോശാന്തര സ്ഥലങ്ങളും കാണപ്പെടുന്നു. നേർത്ത കോശഭിത്തി, കോശാന്തര സ്ഥലങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ജീവനുള്ള കോശങ്ങളാണ് ഇതിൽ ഉള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോളൻ കൈമ നോക്കാം. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കല തന്നെയാണ് ഏതും? കോളൻ കൈമയും ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. പിന്നെന്താണ്? സെല്ലുലോസ്. ഏതൊക്കെ? സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തി. ഏതൊക്കെ കൊണ്ട്? സെല്ലുലോസ്, അതുപോലെ പെക്റ്റിൻ ട്ടോ. പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയാണ് എന്തിനുള്ളത്? കോളൻ കൈമക്കുള്ളത്. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം എന്തുണ്ടാവും? കട്ടി കൂടുതൽ ഉണ്ടാവും. മറ്റത് നേർത്ത കോശഭിത്തിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താ പറഞ്ഞത് നമ്മൾ ഇവിടെ? എന്താണ്? നേർത്ത കോശഭിത്തി. ഇവിടെ എന്താണ്? കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ, കോളൻ കൈമയിൽ എന്താണ്? ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലാണ്. ഇനി എന്താണ്? സ്ക്ലീറൻ കൈമ അല്ലെ. സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ്. നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ്. കട്ടി കൂടിയ കോശഭിത്തിയാണുള്ളത്. അതുപോലെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും ആര് നൽകും? സ്ക്ലീറൻ കൈമ നൽകുന്നു. നിർജീവ കോശങ്ങളാണുള്ളത്, അതുപോലെ കട്ടി കൂടിയ കോശഭിത്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളത് കൊണ്ട് സസ്യഭാഗങ്ങൾക്ക് ദൃഢത, താങ്ങൊക്കെ നൽകുന്നത് ഏത് കലയാണ്? സ്ക്ലീറൻ കൈമയാണ്. മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, നമ്മൾ ആരോ മെസ്സേജ് അയച്ചിരുന്നു, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തും മിസ് എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ SCERT ഫാക്ട്സ് ഉണ്ട്, അതുപോലെ നമ്മൾ എന്തെങ്കിലും PYQ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പിന്നെന്താണ്? PYQ എന്ന് പറയുമ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെന്താണ്? കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്ക് എക്സാമിന് നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടാലല്ലേ എല്ലാം ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് കാണുക, ഒരു പോയിന്റും വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക. അത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫ്രീ ക്ലാസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പെയ്ഡ് ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ബാച്ചൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും അവർക്ക് നൽകാനൊന്നുമില്ല. നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യങ്ങളും ബുക്കുകളും ഒക്കെ തന്നെയാണ് അവർ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിന് പേയ്മെന്റ് വെച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതിലെന്തില്ല, ഇതിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. അത്രയും നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിന് പേയ്മെന്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല.
അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന കണ്ടന്റ് നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ മറ്റു രീതിയിലൊന്നും ഇത് വിലയിരുത്തരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾ എന്താ ഇപ്പോൾ ഒരു ബാച്ച് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു പെയ്ഡ് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്തു. അത് വിചാരിച്ചിട്ട് അത് മാത്രം നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. പല സോഴ്സും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുന്ന ഒരു ഇതിൽ നല്ലൊരു റാങ്ക് തന്നെ നേടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത ഇത് നോക്കാം. വ്യത്യസ്തമായ ആകൃതിയും വലിപ്പമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അല്ലെ, സൈലം ഫ്ലോയം അറിയാലോ. എന്താ ഈ സൈലം ഫ്ലോയം? വ്യത്യസ്ത ആകൃതിയും വലിപ്പമുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് സൈലവും ഫ്ലോയവും. അതിനാൽ ഇവയെ എന്ത് കലകൾ എന്നാ പറയുന്നത്? സങ്കീർണ കലകൾ എന്ന് പറയുന്നത്. സങ്കീർണ കലകൾ ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. അല്ലെ, കാരണം എന്താ, അതിന് വ്യത്യസ്ത ആകൃതിയുള്ളതും അതുപോലെ വലിപ്പമുള്ളതുമായിട്ടുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇനി ഇലകളിലേക്ക് ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് ഏതിലൂടെയാണ്? സൈലത്തിലൂടെയാണ്. ഇലകളിലേക്ക് ട്ടോ, താഴേന്ന് ഇലകളിലേക്ക് ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് ഏത് കുഴലുകളിലൂടെ എന്ന് ചോദിച്ചാല് സൈലത്തിലൂടെയാണ്. ഓക്കെ, ഇനി ഇലകൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം അല്ലെ, ഇതുവഴി എന്ത് ചെയ്യും, ആഹാരം നിർമ്മിക്കും. ഈ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഏത് കലകളാണ്? ഫ്ലോയം കലകളാണ് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ സൈലം ഫ്ലോയം മനസ്സിലായല്ലോ. ഇനിയുണ്ട് മറ്റൊരു കലയാണ് മെരിസ്റ്റമിക കലകൾ. എന്താ ഈ മെരിസ്റ്റമിക കലകൾ? നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് മെരിസ്റ്റമിക കലകൾ. അവർക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? വിഭജിക്കാനായിട്ട് പറ്റും. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. ഈ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം ഇപ്പൊ എന്താണ്? ഈ മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. അതായത് അവർക്ക് നിരന്തരമായിട്ട് വിഭജിക്കാനും കഴിവുണ്ട്. ഇനി ഇതിന്റെ സവിശേഷതകൾ, മെരിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ മെരിസ്റ്റമിക കലകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? തിങ്ങിയ കോശദ്രവ്യമാണുള്ളത്. തിങ്ങിയ കോശദ്രവ്യം, വലിയ മർമ്മം. ഒന്ന് തിങ്ങിയ കോശദ്രവ്യം, പിന്നെന്തുണ്ട്? വലിയ മർമ്മം, നേരിയ കോശഭിത്തി. ഓക്കെ, ഇവിടെ ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നേരിയ കോശഭിത്തി, അതുപോലെ എന്താണ്, തിങ്ങിയ കോശദ്രവ്യം, വലിയ മർമ്മം എന്നിവയാണുള്ളത്. ഈ മെരിസ്റ്റം എന്തുണ്ട്? 3 തരത്തിലുണ്ട് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. മെരിസ്റ്റം എന്തുണ്ട്? 3 തരത്തിലുണ്ട്. ഒന്ന് അഗ്രമെരിസ്റ്റം ഉണ്ട്, 2 പാർശ്വമെരിസ്റ്റം ഉണ്ട്, മറ്റത് പർവാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പിന്നെന്താണ്? പർവാന്തര മെരിസ്റ്റം. ഇതില് എന്താണ്? വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് വേരെടുക്കുക. ഒരു ചെടി എടുത്താല് എന്താണ്? അതിന്റെ വേരിന്റെയും അതുപോലെ എന്താണ്, വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വശങ്ങളിൽ ഇത് എന്താണ്? ഈ വശങ്ങളിൽ കാണപ്പെടുന്നത് എന്താണ്? പാർശ്വമെരിസ്റ്റം. അഗ്രങ്ങളിൽ ഇതിന്റെയൊക്കെ അഗ്രങ്ങളിൽ കാണപ്പെടുന്നത് എന്താണ്? അഗ്രമെരിസ്റ്റം. ഇനി എന്താണ്? ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ എന്താണ്? 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഏകബീജപത്ര സസ്യങ്ങളിൽ എന്താണ്? 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ സ്ഥിരകല എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ പുതിയ ടേം ആണ് കേട്ടോ. നമ്മുടെ ന്യൂ SCERT-യിലുള്ള പുതിയ ടേംസ് ആണ്. അതൊന്നും നമ്മുടെ ഓൾഡ് SCERT-യിൽ കാണാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളെ എന്ന് പറയാൻ നമുക്ക്? സ്ഥിരകല എന്നാണ് അറിയപ്പെടുന്നത്. പാരൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. ഏതൊക്കെ? പാരൻകൈമ,
സ്ക്ലീറൻ കൈമ, കോളൻ കൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇവക്ക് എന്താണ്, വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളാണ്. നമ്മളിപ്പോ മെരിസ്റ്റമിയ കലകൾ പറഞ്ഞപ്പോൾ അവിടെ എന്താണ്, ഈ വിഭജന ശേഷി ഉള്ളതാണ് അല്ലെ, എന്താണ് സ്ഥിരമായിട്ട് അല്ലെ വിഭജിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താണ് ഇതിന് ഉദാഹരണമാവോ സ്ഥിരകലക്ക്? അല്ല. അപ്പൊ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ് പാരൻകൈമ, സ്ക്ലീറൻകൈമ, ഗോളൻകൈമ, സൈലം, ഫ്ലോയം തുടങ്ങിയവ. മനസ്സിലായോ? ഇനി പാർശ്വമെരിസ്റ്റമാണ് അല്ലെ, പാർശ്വത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചെടി എടുക്കുകയാണെങ്കിൽ അതിന്റെ പാർശ്വത്തിൽ അല്ലെ, പാർശ്വത്തിലുള്ളത് എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യാണ്, ഈ കാണ്ഡത്തിന്റെ വണ്ണം വർദ്ധിക്കും അല്ലെ. ഇതിങ്ങനെ വിഭജിച്ച് എന്ത് ചെയ്യും, കാണ്ഡത്തിന്റെ വണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതാണ് കാണ്ഡത്തിന്റെ പാർശ്വമെരിസ്റ്റമാണ് കാണ്ഡത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കുന്നത്. പർവാന്തര മെരിസ്റ്റത്തിന്റെ സ്ഥാനം മുളകൾ പോലെയുള്ള സസ്യങ്ങൾക്ക് നീളം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം പർവാന്തര മെരിസ്റ്റം ഏത് ചെടികളിൽ കാണുന്നുണ്ട്? മുളകളില്ലേ, മുളകൾ പോലെയുള്ള സസ്യങ്ങൾക്ക് എന്ത് കൂട്ടാന്, നീളം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പർവാന്തര മെരിസ്റ്റമാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളെ ലളിത കലകൾ. ഓക്കെ, എന്താ പറയുന്നത്, എന്താ ഈ ലളിത കല എന്ന് പറഞ്ഞാല്? ഒരേ എന്താണ്, ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ് ലളിത കല. ഇതും എന്താണ്, പുതിയൊരു ടേമാണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കുക. ലളിത കല എന്ന് പറഞ്ഞാല് ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള കലകളാണ് ലളിത കലകൾ എന്നറിയപ്പെടുന്നത്. പേശി കോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് ഇനി എന്ത് പറയുന്നത്, വിത്ത് കോശം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ വിത്ത് കോശം? പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിയും എന്നതുകൊണ്ട് പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നതുകൊണ്ട് അവയെ ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. വിത്ത് കോശങ്ങളെ ശരീരത്തിലെ എന്ത് പറയും? മാസ്റ്റർ കോശങ്ങൾ എന്ന് പറയും. അതായത് പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും അല്ലെ. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവ് ഉണങ്ങാനും വിത്ത് കോശങ്ങൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്ത് കോശങ്ങൾക്ക് എന്തുണ്ട്? സവിശേഷ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോശവിജ്ഞാനീയത്തിന്റെ നാൾവഴികൾ. ഇത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? NJ Schleiden ആണ് അല്ലെ. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് 1838 കൂടെ ഓർത്തു വെക്കുക. 1838 എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആര് കണ്ടെത്തി? മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ കണ്ടെത്തി. ഇനി തിയോഡോർ ഷാൻ 1800, തൊട്ടടുത്ത വർഷം തിയോഡോർ ഷാൻ എന്ത് ചെയ്തു? ഇയാൾ എന്ത് ചെയ്തു? ശ്ലീഡൻ സസ്യകോശം കണ്ടെത്തിയപ്പോ എന്ത് ചെയ്യണം, എനിക്കും കൂടെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിയോഡോർ ഷാൻ എന്ത് ചെയ്തു? എല്ലാ ജന്തുക്കളും എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓക്കെ, ഇനി 1855 റുഡോൾഫ് വിർഷോ എന്താ കണ്ടെത്തിയത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന എന്ന ആശയം അവതരിപ്പിച്ചു. ഏത് വർഷമാണ്? പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ റുഡോൾഫ് വിർഷോ എന്ത് കണ്ടെത്തിയത്? 1855 നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു. മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ. 838, 839, 855. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതായത് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ ദശലക്ഷം മടങ്ങിലധികം വലിപ്പത്തിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെ. സാധാരണ മൈക്രോസ്കോപ്പ് നമ്മളല്ലേ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? +1 +2 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോസ്കോപ്പ് അല്ലാതെ എന്തെങ്കിലും ലാബിൽ നിന്ന് നമുക്ക് കാണിച്ചു തരും അല്ലെ മൈക്രോസ്കോപ്പ്. അതിൽ എന്താണ്? ദശലക്ഷം മടങ്ങിലധികം വലുപ്പത്തിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്
മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കും. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായിട്ടുള്ള നിരീക്ഷണത്തിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സഹായിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം എന്താ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി, ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക, ഇത് പഠിച്ചു വെച്ചേക്കുക, പുതിയതാണ്. ഏണസ്റ്റ് റസ്ക, മാക്സ് നോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്? ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റസ്ക അല്ലെ. ഏണസ്റ്റ് റസ്ക, മാക്സ് നോള്. ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും അല്ലെ. ഏണസ്റ്റ് റസ്ക അതുപോലെ മാക്സ് നോളും 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനായി ഇലക്ട്രോ മാഗ്നറ്റുകൾ, നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനായിട്ട് എന്തുപയോഗിക്കും? ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ശാസ്ത്രജ്ഞന്മാർ 1934 ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും ജർമ്മൻകാരാണ്. അതൊക്കെ ഓർത്തു വെക്കുക. പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ്. പിന്നെന്താണ്? അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത്രയും കാര്യങ്ങൾ CRT ഫാക്ട് പഠിക്കാനുള്ളത്, ഇന്ന് നോക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? നിങ്ങൾ റെഡി ആണല്ലോ? ഓക്കെ. ഇനി ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വന്നിട്ട് പിന്നെ ക്ലാസ് കേൾക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് വാസ് ആണ്, ഓപ്ഷൻ ബി വേർ ആണ്, ഓപ്ഷൻ സി ഹാവ് ബീൻ ആണ്, ഓപ്ഷൻ ഡി ആർ ആണ്. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് എന്താ പറയാ? നമ്മൾ എന്താ പറയാ? ഇവിടെ ക്വാളിറ്റി അല്ലെ. ദ ക്വാളിറ്റി, ഓറഞ്ചസിന്റെ ക്വാളിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്വാളിറ്റി എന്നുള്ള വാക്കാണ് ഇവിടെ ഏത് വെർബാണ് വരേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് അല്ലെ. അപ്പോ എന്താണ്? ഇനി ഇത് ക്വാളിറ്റി, ദ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സിംഗുലർ ആണ് അല്ലെ, അതായത് ഏകവചനമാണ്. അതുകൊണ്ട് എന്താണ്? സിംഗുലർ വെർബായിട്ടുള്ള ഏതുണ്ട് ഇവിടെ? വാസ് എന്നുള്ളത് അല്ലെ. വേർ എന്നുള്ളത് എന്താണ്? പ്ലൂരൽ ആണ്. ഹാവ് എന്നുള്ളത് എന്താണ്? അതും എന്താണ്? ഹാവ് ബീൻ എന്നുള്ളതും എന്താണ്? പ്ലൂരൽ ആണ്. പിന്നെ ആറും പ്ലൂരലിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ഇതെന്തായാലും വരൂല. പിന്നെ ഇതെന്താണ്? ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് വാസ് എന്നുള്ളതാണ് എന്ത് ഇവിടെ വരും കേട്ടോ. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് വാസ്. കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ പറയാം ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസിന്റെ ക്വാളിറ്റി, അതാണ് അവിടെ എടുത്ത് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഏകവചനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഇവിടെയും ഏകവചനം അല്ലെ, സിംഗുലർ വെർബാണ് വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ എന്താ വരിക? വാസ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഡേഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടതാണ്. ഹി ഡേഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ ആൻസർ വേണ്ടത് വിൽ ഹാവ് ബീൻ എന്ന് വരൂല. വിൽ ഹാവ് എന്താണ്? കംപ്ലീറ്റ്. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റ് അത് വരൂല. വിൽ ഹാവ് കംപ്ലീറ്റ്. ഇവിടെ എന്താണ് സംഭവം? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ആൻസർ വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് ഇവിടെ ആൻസർ വരേണ്ടത് കേട്ടോ. ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ അല്ലേ. നമ്മളെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ആ കാര്യങ്ങൾ, പാസീവ് ആക്റ്റീവ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെ ആർട്ടിക്കിൾസ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് ഒഴിവാക്കാൻ
പറ്റാത്ത കുറേ ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി വന്നിട്ടുള്ളത് ഇതെന്താണ്, ഇത് നമ്മോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. നൺ ഓഫ് us played the game well. ഇവിടെ എന്താണ് നൺ ഓഫ് us എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഈ സെന്റൻസ് നെഗറ്റീവ് ആണ് അല്ലെ. സെന്റൻസ് നെഗറ്റീവ് ആവുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അത് പോസിറ്റീവിലാണ് വരേണ്ടത്. പിന്നെ പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലേ പ്ലസ് ഡിഡ് ആണ് അല്ലെ. പ്ലേ പ്ലസ് ഡിഡ് ആണ് എന്തെന്ന് പറയുന്നത്, പ്ലേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് ഡിഡ് അല്ലെ, ഓക്സിലറി ഡിഡ് എടുത്തിട്ട് എന്താണ് ഡിഡ്, പിന്നെന്താണ് ഡിഡ് പ്ലസ് എന്താണ് എന്താ വേണ്ടത്, നൺ ഓഫ് അസ് എന്ന് പറയുമ്പോൾ എന്താണ് അസ് അല്ലെ. അതിന് എന്താ നമ്മൾ പറയാം, എന്താ നമ്മള് അസ്, അപ്പൊ അവിടെ എന്താ പറയാ വി എന്നാണ് വരിക അല്ലെ. ഡിഡ് വി എന്നാണ് വരേണ്ടത്. ഓക്കെ, ഡിഡ് വി എന്നാണ് കറക്റ്റ്. ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഡിഡിൻ വി ആണ്, ഡിഡസ് ആണ്, ഡോണ്ട് ആണ്, ഡിഡ് വി അല്ലെ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നൺ ഓഫ് us played the game well എന്നുള്ളതാണ്. അല്ല, അതിന്റെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡിഡ് വി എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് കണ്ടോ. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. എന്തായിരിക്കും, ഇഫ് യു ഹാഡ് റീച്ച്ഡ് എന്ന് കണ്ടു അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു അല്ലെ. ഹാഡ് പ്ലസ് ഇതെന്താണ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ V3, റീച്ച് എന്താണ് അത്, എന്താണ് അതിന്റെ V3 ഫോം ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇഫ് ക്ലോസിൽ എന്താണ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് ചെയ്യും നമ്മള്, മെയിൻ ക്ലോസ് ആയിട്ടുള്ള ഇവിടെ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് എന്താണ് പ്ലസ് ഹാവ് പ്ലസ് എന്ത് കൊടുക്കണം നമ്മള്, V3 അല്ലെ. ഹാവ് പ്ലസ് V3 ഫോം ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ. അപ്പൊ ഇവിടെ ഏതാണ് ഉള്ളത്, ഇവിടെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്, ഓപ്ഷൻ എ അല്ലെ. കുഡ് ഹാവ് മെറ്റ് എന്നുള്ളതായിരിക്കും കറക്റ്റ്. മനസ്സിലായോ. കുഡ് ഹാവ് മീറ്റ് പറയോ, ഇല്ല. കാരണം എന്താണ്, ഇത് V1 ഫോം ആണ്, ഇതാണ് V3. ഓക്കെ, അപ്പോൾ ഹാവിന് ശേഷം എന്താണ് V3 ഫോം ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. എന്താണ് അവിടെ വരേണ്ടത്, ഇത് ഇവിടെ എന്താന്ന് വെച്ചാല് കീപ്പ് ഫ്രം എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. ഫേസൽ വെർബ് ഏതാണ്, കീപ്പ് ഫ്രം. ടീച്ചർ കുഡ് നോട്ട് എന്താണ് കീപ്പ് ഫ്രം, അതായത് ടു കീപ്പ് ഫ്രം ഡൂയിങ് സംതിങ്, പ്രിവെന്റ് യുവർ സെൽഫ് ഓർ സംവൺ എൽസ് ഫ്രം ഡൂയിങ് ഇറ്റ്. അതാണ് ടീച്ചർ കുഡ് നോട്ട് കീപ്പ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻസ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. മനസ്സിലായോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ്. ഇതില് മൊമൻറ്റോ എന്നാണ് നമ്മൾ പറയാറുള്ളത്, പക്ഷെ ശരിക്കും എന്താണ് മെമൻറ്റോ എന്നുള്ളതാണ്. ഉപഹാരം ഉണ്ടല്ലോ, ഉപഹാരം, അതിന് മെമൻറ്റോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ മൊമൻറ്റോ എന്നൊക്കെ പറയും, മെമൻറ്റോ എന്നുള്ളതാണ് എന്തായിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, the court observed the agreement null and void. Here null and void means the court observed the agreement null and void. ഇവിടെ null and void ന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ, null and void, the court observed the agreement invalid എന്നുള്ളതാണ്. ഇൻവാലിഡ് അല്ലെ, അതായത് അസാധു. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. null and void എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ്. Next, pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images. ഇതിനൊക്കെ എന്താണ് against ആയിട്ട്. Pick out the word for a person, ഒരു വ്യക്തി, അദ്ദേഹം എന്താണ് who does not believe, അയാൾ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല, in and is strongly against, എന്തിന് against ആണ്, accepted ideas, traditions, images. ഇതിനൊക്കെ എതിരെ, അതായത് വ്യവസ്ഥാപിതമായ ആശയങ്ങളെ എതിർക്കുന്നവൻ, അതായത് വിഗ്രഹഭഞ്ജകൻ എന്നൊക്കെ പറയും കേട്ടോ മലയാളത്തില്. വിഗ്രഹഭഞ്ജകൻ അതാരാന്നറിയോ, ഐക്കണോക്ലാസ്റ്റ് ആണ് കേട്ടോ. ഐക്കണോക്ലാസ്റ്റ്, വിഗ്രഹഭഞ്ജകൻ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ആശയങ്ങളെ എതിർക്കുന്നയാൾ ഐക്കണോക്ലാസ്റ്റ്. ഓക്കെ,
നെക്സ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടോ, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു, he said will you listen to such an advice, he said will you listen to such an advice. ഓക്കെ, ഇവിടെ ഹി സെഡ് അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് അല്ലെ, ഹി ആസ്ക്ഡ് എന്നത് മെയിൻ ക്ലോസ് പാസ്റ്റിലായതുകൊണ്ട് ഇതെന്താണ്, ഹി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ് അല്ലെ, ആ മെയിൻ ക്ലോസിൽ പാസ്റ്റ് ആയതിനാൽ പ്രസന്റ് ടെൻസിലുള്ള ഡയറക്റ്റ് സ്പീച്ച് വാചകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, പ്രസന്റ് ടെൻസിലുള്ള എന്താണ് ഡയറക്റ്റ് സ്പീച്ച് വാചകം നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, അത് എന്തായിട്ട് മാറും, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, അപ്പം അതായത് വില്ല് എന്നുള്ളത് പാസ്റ്റിലേക്ക് മാറുമ്പം എന്താവും, വുഡ് എന്നാവും, വില്ല് എന്നുള്ളത് വുഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താ നമ്മള് ഇപ്പൊ ഇത് വിൽ യു ലിസൺ ടു സച്ച് എൻ അഡ്വൈസ്, ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. വിൽ യു ലിസൺ ടു സച്ച് എൻ അഡ്വൈസ് എന്നുള്ളത് ഒന്നെങ്കിൽ നമ്മൾ അതേന്ന് പറയും അല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു വെദർ കൊടുക്കണം. ഓക്കെ, വെദർ എന്നുള്ളത് കൊടുക്കണം. അപ്പൊ ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് എൻ അഡ്വൈസ് എന്നുള്ളതാണ് കറക്റ്റ്. മനസ്സിലായോ, he asked whether they would listen to such an advice എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഡ് യു പി ഐ, ഇത് പഠിക്കേണ്ടതാണ്. യു പി ഐ എന്താ, യു പി ഐ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെ സംഭവം, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നുള്ളതാണ് യു പി ഐയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, ബ്രേക്ക് എടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ മലയാളം നോക്കാം നമുക്ക്. ഓക്കെ, ഇനി മലയാളം ക്ലാസ് മൊത്തം എടുത്തിരുന്നു കേട്ടോ. എടുത്തു കഴിഞ്ഞപ്പോഴാണ് റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി രണ്ടാമത് ഞാൻ എടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ അപ്ലോഡിങ്ങിന് സമയം വൈകിട്ടുണ്ടാവും ഇന്ന്, കാരണം അതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നു. പിരിച്ചെഴുതുക, വെൺതിങ്കൾ. വെൺതിങ്കൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പിരിച്ചെഴുതുക, വെൾ അധികം തിങ്കളാണ് വെൺതിങ്കൾ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ സമയം അത്രയും പോകട്ടോ. പിരിച്ചെഴുതുക, വെൺതിങ്കൾ, വെൾ അധികം തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം എന്താണ്, ആദേശസന്ധിക്ക് ഉദാഹരണം ഇവിടെ വിണ്ടലമാണ് കേട്ടോ, വിണ്ടലമാണ്. തിരുവാതിര എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്, തിരുവാതിര അത് എന്താണ്, ആഗമ സന്ധിക്ക് ഉദാഹരണമാണ് തിരുവാതിര കേട്ടോ. ആഗമ സന്ധിയാണ് തിരുവാതിര. തീക്കാറ്റ്, ഇവിടെ ദിത്വസന്ധി, തീ പ്ലസ് കാറ്റാണ് തീക്കാറ്റ്, ദിത്വസന്ധി. തണുപ്പുണ്ട്, തണുപ്പ് അധികം ഉണ്ട്, അവിടെ ഊ ലോപിച്ചു, അപ്പൊ ലോപസന്ധി. ഇനി തദ്ധിതത്തിന് ഉദാഹരണം, ഇതിൽ തദ്ധിതത്തിന് ഉദാഹരണം വെണ്മയാണ് കേട്ടോ, വെണ്മ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു, റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഞാൻ അതിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇടാം കേട്ടോ. ഇനി വിപരീത പദം എഴുതുക. വിപരീത പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അഗ്രജൻ. അഗ്രജന്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ അവരജൻ. അഗ്രജൻ വിപരീതം അവരജൻ. ഓക്കെ, ഇനി എന്താണ് ഇതില് അഭിജ്ഞൻ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അഭിജ്ഞൻ എന്നുള്ളതിന്റെ വിപരീത പദം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അഭിജ്ഞൻ. അഭിജ്ഞൻ എന്നുള്ളതിന്റെ വിപരീത പദം അനഭിജ്ഞൻ. ആശ്രിതൻ എന്നുള്ളതിന്റെ വിപരീത പദം നിരാശ്രിതൻ. അഗ്രഗണ്യൻ എന്നുള്ളതിന്റെ വിപരീത പദം അവരഗണ്യൻ. ഓക്കെ, ഇനി ജലത്തിന്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്, നളിനമാണ് കേട്ടോ, നളിനം. അപ്പോൾ ജലത്തിന്റെ പര്യായപദം നമ്മൾ പഠിക്കണം. അമൃതം പര്യായപദമാണ്, വാരി പര്യായപദമാണ്, സലിലം എന്താണ്, പര്യായപദമാണ്. നെക്സ്റ്റ് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ആനച്ചന്തം എന്ന് പറയുന്നത് എന്താണ്, ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എഴുതുക. ചൂടാമണി എന്നുള്ളത് എങ്ങനെ എഴുതുക, ചൂടാമണി ഇങ്ങനെയായിട്ട് എഴുതുക. ഇത് തെറ്റാണ്. ചൂടാമണി എന്ന് എഴുതുന്നത് ഈടായാണ് കേട്ടോ, ചൂടാമണി. നെക്സ്റ്റ് അടുത്തത് എന്താണ്, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ വിവർത്തനാണ് ചോദിച്ചിട്ടുള്ളത്. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ അല്ലെ, അതിൽ എന്താ പറയാ, ഒന്നുകൂടെ തീ കൂട്ടാണല്ലേ. അപ്പൊ എന്താണ് അവിടെ, എരിതീയിൽ, ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ, എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നതാണ് അതിന്റെ എന്ന ശൈലിയുടെ അർത്ഥം. കവിയുടെ സ്ത്രീലിംഗ പദം എന്ത്, കവയിത്രി കേട്ടോ, കവയിത്രി. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കവയിത്രി.
ഇനി ഒറ്റപ്പദമാക്കാനാണ് വർഷം തോറും എന്ന് പറയുന്നത് എന്താണ്? പ്രതിവർഷം. വർഷം തോറും എന്ന് പറയുന്നത് എന്താണ്? പ്രതിവർഷം. ഇനി പ്രതിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിദിനം എന്ന് പറയുന്നത് എന്താണ്? ദിനം തോറും അല്ലെ? പ്രതിദിനം എന്ന് പറയുന്നത് എന്താണ്? ദിനം തോറും. കൂട്ടിവെപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിവർഷം. കൂട്ടിവെപ്പ് ട്ടോ, കൂട്ടിവെപ്പ് അറിയോ? കൂട്ടിവെപ്പ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതികർഷം എന്ന് പറയുന്നത്. പ്രതിക്രമം, പ്രതിക്രമം എന്ന് പറയുന്നത് എന്താണ്? വിപരീതം, പ്രതി വിപരീതം അല്ലെ? വിപരീത ക്രമത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിക്രമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15+3 ഹരിക്കണം 11 ഇൻറ്റു 12, പിന്നെ ബ്രാക്കറ്റിലാണ് 12 ഹരിക്കണം 3 മൈനസ് 10 കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബോർഡ് മാസ് റൂൾ അല്ലേ? നമ്മൾ ഇന്നലെ മിനിയാന്നും ഒക്കെ ഉള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബോർഡ് മാസ് റൂൾ പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പം അത് എന്താ? ബി ഫോർ ബ്രാക്കറ്റ്, ഓ ഫോർ എന്താണ്? ഓഫ്, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്സ്ട്രാക്ഷൻ അല്ലേ? അതായത് ബ്രാക്കറ്റിലുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യണം. പിന്നെ ഓഫ് അല്ലേ? അതായത് ഓഫ് എന്ന് പറയുമ്പോൾ 2 ബ്രാക്കറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെന്താണ്? ഡിവിഷൻ ആണ്. ഡിവിഷൻ ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത് പിന്നെ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഗുണനം പിന്നെ ചെയ്യുക. ദെൻ അഡീഷൻ കൂട്ടാനുള്ളത് സബ്സ്ട്രാക്ഷൻ, അങ്ങനെ ചെയ്യുക കേട്ടോ. അതാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളതിൽ 15+3 അല്ലേ? ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നമുക്ക് വായിക്കാട്ടോ. 15+3 ഹരിക്കണം 11 ഇൻറ്റു 12. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ളത് അങ്ങോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ 15+ എന്താണ്? 3. പിന്നെന്താ ചെയ്യാനുള്ളത്? നമ്മൾ 15+3 എന്ന് പറയുന്നത് ഇത് ട്ടോ. ഇത് നമുക്ക് ഇത് ഓൾറെഡി ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. 33 ഹരിക്കണം 11 ഇൻറ്റു എന്താണ് നമുക്ക് കിട്ടിയത്? 12 ഹരിക്കണം 3 എത്ര കിട്ടിയത് നമുക്ക്? 12 ഹരിക്കണം 3 33 ഹരിക്കണം 11, പിന്നെ ഇൻറ്റു എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4. 12 ഹരിക്കണം 3 4 ആണ്. ദെൻ മൈനസ് 10 അല്ലേ? പിന്നെ നമ്മൾ എന്ത് എഴുതും? 15 പ്ലസ് എന്ത് ചെയ്യും? 3 ഹരിക്കണം 11 എത്രയാണ്? 3 ഇൻറ്റു 4 മൈനസ് 10. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇതാണ് അല്ലേ? ഗുണനം. അപ്പോൾ 15 പ്ലസ് എന്താണ്? 3 ഇൻറ്റു 4 12 മൈനസ് 10 ചെയ്യുക അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയും ചെയ്യാം. എന്താണ്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്ത് നോക്കാം. എന്താണ്? 15+12 എത്രയാണ്? 15+12 27 ആണ്. 27 എന്താണ്? മൈനസ് 10 എത്ര കിട്ടാം നമുക്ക്? 17 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് തവണ ബോർഡ് മാസ് റൂളിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? സ്ഥിരം ക്ലാസ് കാണുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 36 ഹരിക്കണം 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ഇൻറ്റു 36 അല്ലേ? 36 ഇൻറ്റു 36. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സ്ക്വയർ 6 ഇൻറ്റു 6 എത്രയാണ്? 36. അപ്പോൾ നമുക്ക് ഇതും ഇതും വെട്ടിപ്പോവും. ബാക്കി എത്ര കിട്ടുക? 36 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. ഓക്കെ, നമ്മളല്ലാതെ 36 സ്ക്വയർ ചെയ്ത് നോക്കണ്ട. 6 സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം. 36 സ്ക്വയർ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സമയം പോകും. ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 36 ആണ്. നെക്സ്റ്റ്, √0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നുമില്ല, ഇത് നമുക്ക് എന്താണ്? ഓൾറെഡി അറിയാം. ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താണ്? ഒന്നിനേക്കാൾ കുറവും അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കുറവല്ല. ഇവിടെ 8നേക്കാൾ എന്താണ്? കുറവും. മനസ്സിലായോ? 8നേക്കാൾ എന്താണ്? കുറവാവും. അല്ലെങ്കിൽ എന്താണ്? 1 എങ്ങനെ ഞാൻ പറയാം? ഒരു മിനിറ്റ്. സോറി, 8 അല്ല,
ഞാൻ ഇക്വേഷൻ എഴുതരാം കേട്ടോ നിങ്ങൾക്ക്. ഇതൊന്ന് കേട്ടോ, ഒരു സംഖ്യ നമുക്ക് തന്നു, അതിനെ നമുക്ക് n ആയിട്ട് എടുക്കാം. n-നേക്കാൾ കുറവാണ് അല്ലേ, അതായത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, n-നേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ n ആവണം. ഇനി അതല്ല, n-നേക്കാൾ എന്താണ്, n-നേക്കാൾ നമ്മൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് n ആണ് കേട്ടോ. ഇനി എന്താ വരിക, ഇനി ഒന്നുകിൽ n-നേക്കാൾ കുറവാവണം, n-നേക്കാൾ കൂടുതലാണ് കേട്ടോ, ഇവിടെ ഈ ഭാഗം കൂടുതൽ ഉള്ളതിനേക്കല്ലേ, അപ്പം n-നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 1. ഇനി n-നേക്കാൾ കുറവ് അല്ലെങ്കിൽ എന്താവണം, 8. മനസ്സിലായോ, ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ പറയുന്നതിലുള്ള മിസ്റ്റേക്കാണ്. നമ്മൾ ഒന്നെങ്കിൽ n, ഇപ്പൊ ഒരു സംഖ്യ നമുക്ക് തന്നു, ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്, 4 ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ, ഇത് 4 വരുന്നതല്ലേ ദശസംഖ്യ. അപ്പോൾ ഇത് ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 1-നേക്കാൾ കൂടുതലാണോ, ആണ്, അല്ലെങ്കിൽ പിന്നെ 1 ആവണം. ഇനി 8-നേക്കാൾ എന്താണ്, കുറവാണോ, ആണ്, അല്ലെങ്കിൽ 8 ആവണം. ഓക്കെ, ഇങ്ങനെയുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് എന്താ 0.44 കിട്ടുക എന്ന് ചോദിച്ചാൽ, ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഈ ഒരു സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 0.444 എന്ന് കിട്ടുക. മനസ്സിലായോ? മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ, വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെന്താണ്, ഇപ്പം 3 ആയാലും അങ്ങനെ തന്നെ 0.3333 അങ്ങനെ പോവുകയാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം, 3/9 ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, ഇനിയിപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞു, ഇപ്പൊ 5 ആയാലും 6 ആയാലും 7 ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഇനിയിപ്പോ 1 ആയാലും 8 ആയാലും എന്താണ്, അത് അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അതിലേറെ ഉള്ളത് ഇതിനിടക്ക് വരാത്തതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ ആ ഒരു സംഖ്യ പോയിന്റ്, ഇപ്പം 1/9 ആണ് എന്തെന്ന് പറയുന്നത്, 0.1111 എന്ന് പറയുന്നത്, 2/9 ആണ് എന്തെന്ന് പറയുന്നത്, 0.2222 അങ്ങനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം, √0.444 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 4/9 എഴുതി കൂടെ, എഴുതാം. ഇത് തന്നെയാണ് ഈ പറയുന്നത് അല്ലെ. അപ്പോ ഈ 2ന്റെ എന്താണ് സ്ക്വയർ റൂട്ട് എത്രയാണ്, 2, ഏതാണ്, 2ന്റെ അല്ല 4ന്റെ, 4 2 സ്ക്വയർ ആണ് 4 അല്ലെ, അത് റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ 2, 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 സ്ക്വയർ ആണ്, അതായത് 2/3 അല്ലേ. ഓക്കെ, റൂട്ട് ഇല്ലാതെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, 2/3 എന്ന് കിട്ടും നമുക്ക്. ഈ 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ, അത് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.666 അങ്ങനെ പോകും. 2/3 എന്ന് പറഞ്ഞാൽ 0.666 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ എന്തോ നോക്കുക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ടെലഗ്രാം ചാനലിൽ നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നോക്കാനുള്ളത് 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.2 ഹോൾ സ്ക്വയർ എത്ര എന്നുള്ളതാണ്. എന്താണ് 1.5 ഹോൾ സ്ക്വയർ, നമുക്കെന്താണ് 1. ഇപ്പം a raised to എന്താണ്, a raised to n ഇൻറ്റു b raised to n നമുക്ക് എങ്ങനെ എഴുതാം, ab ഹോൾ raised to n എഴുതി കൂടെ അല്ലേ. അപ്പോ അതുപോലെ നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1.5 ഇൻറ്റു 0.2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നമ്മൾ ദശാംശ സംഖ്യ ഗുണിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, പോയിന്റ് ഇല്ലാതെ ആദ്യം ചെയ്ത് നോക്കുക. 15 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും. ഓക്കെ, എത്ര ദശാംശം കഴിയണം, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, അപ്പൊ ടോട്ടല് 2 അല്ലേ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്,
0.3 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തത് ഇതിനുള്ളിലുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 0.3 ഹോൾ സ്ക്വയർ ചെയ്യാണ്ട് അല്ലെ? ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3 സ്ക്വയർ, 3 എന്താണ്? 3 × 3 9 ആണ്. പിന്നെ 3 × 3 അല്ല, 0.3 × 0.3 ആണ്. 0.3 × 0.3 രണ്ട് ദശാംശം അവിടെ വരുന്നുണ്ട്. 0.3ക്ക് ഒരു ദശാംശം ഉണ്ട്, 0.3ക്ക് ഒന്നും ഉണ്ട്. അപ്പൊ ടോട്ടല് രണ്ട് ദശാംശം വരണം. അപ്പൊ ഇവിടെ 9 ആൻസർ കിട്ടിയിട്ടുള്ളത്. ഒരു ദശാംശം കൂടെ രണ്ടാമത്തതും കൂടെ ഇടുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 0.09 എന്നുള്ളതായിരിക്കും ആൻസർ. ഓക്കെ, ഇവിടെ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? 52 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൂരത്തിന്റെ ഇക്വേഷൻ എന്താണ്? ദൂരം ഈസ് ഈക്വൽ ടു എന്താ പറയാ? ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. ദൂരം എന്ന് പറഞ്ഞാല് വേഗത ഇൻറ്റു സമയമാണ് അല്ലെ? അതായത് ഇവിടെ വേഗത എത്രയാണ് വന്നിട്ടുള്ളത്? 52 കിലോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇതും മണിക്കൂറിലാണ്, ഇതും മണിക്കൂറിലാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും മാറ്റാനൊന്നുമില്ല. ഇവിടെ മണിക്കൂറല്ല മിനിറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടാവും. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതായത് 52 ഇൻറ്റു പിന്നെന്താണ് 6 അല്ലെ? 52 × 6 ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 312 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യന് 0112358 അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റത്തെ നമ്മൾ എടുക്കുകയാണ്. ആ പൂജ്യത്തിനോട് ഒന്ന് കൂട്ടിയാൽ, ഒന്ന് കിട്ടും. ഓക്കെ, ആ പൂജ്യത്തിനോട് ഒന്ന് കൂട്ടിയാൽ ഒന്ന് കിട്ടും. തൊട്ട് മുമ്പുള്ള രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടാണ് ഇവിടെ ചെയ്യുന്നത്. 0 + 1 1. ഇനി 1 + 1 2, 1 + 2 3, 2 + 3 5, 3 + 5 8, 5 + 8 എത്ര കിട്ടും? അപ്പോ 13. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. മനസ്സിലായോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരാള് 1200 രൂപക്ക് നാളികേരം വാങ്ങി. 1200 രൂപക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഇപ്പോ എന്താണ്, ഞാൻ കുറച്ച് നാളികേരം വാങ്ങി, 1200 രൂപ ഉണ്ട്. അത് ഇനി ഞാൻ വിൽക്കണം. അത് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് വേണം? അതില് 12%, വാങ്ങിയതിൽ നിന്നും 12%, വാങ്ങിയത് 100%-ത്തിലാണെങ്കിൽ കൊടുക്കുമ്പോൾ 112 എനിക്ക് ലഭിക്കണം. എങ്കിൽ എത്ര രൂപക്കാണ് നാളികേരം വിൽക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താന്ന് വെച്ചാല് 1200 രൂപക്ക് നാളികേരം വാങ്ങിയെങ്കിൽ അതിന്റെ 12% എത്രയാണെന്ന് കണ്ടെത്തിയാലേ ആ കിട്ടുന്ന തുക ഈ 1200 രൂപയ്ക്ക് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? അപ്പൊ നമുക്ക് 12% ലാഭം കൂടി കൂട്ടിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ എന്ത് വേണം? ആദ്യം ഈ 1200 രൂപ അതിന്റെ 12% ആദ്യം കാണുക. അതെങ്ങനെ നമ്മൾ കാണുക? അതെങ്ങനെ കാണാന്ന് വെച്ചാല് 1200ന്റെ 12% എന്ന് പറഞ്ഞാല് 1200 × 12, എപ്പോഴും 100 അല്ലെ? 12/100 ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടും? ഈ 2 0 കിട്ടും, ഈ 2 0 കിട്ടും. 12 × 12 എത്രയാണ്? 144. ഓക്കെ, അപ്പൊ 144 ആണ് 12%. ഈ 12% ലാഭം കിട്ടണം എന്ന് പറയുമ്പോൾ 1200 രൂപയിലേക്ക് ഈ 12% വരുന്ന തുകയൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. 12% ലാഭം കിട്ടും. 4 4 3 1344 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വിൽക്കണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി അതിന് ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്നൊന്നും
ചെയ്ത് തീരൂല. എക്സാം നമുക്ക് പെട്ടെന്ന് തീർത്ത് മാത്സിനൊക്കെ അധികം സമയം കൊടുക്കാൻ പാടില്ല. നമ്മൾ സ്ഥിരമായിട്ട് PYQ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക, 2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ഈസ് ഈക്വൽ ടു എത്ര എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? 2 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 1/2 എന്ന് പറയുന്നത് 2 + 1/2 ആണ്. അപ്പൊ 3 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 + 1/2 ആണ്. അതുപോലെ 5 4/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 + 4/6 ആണ്. മനസ്സിലായോ? ഓക്കെ, ചെയ്ത് നോക്കിയാൽ നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഇപ്പൊ 2 ഇപ്പൊ ഇത് എടുക്കുക, 2 1/2 എന്ന് പറഞ്ഞാല് 2 × 2 4 4 + 1 5 5/2 ആണ് വരിക. ഇപ്പൊ ഇത് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു ഇതിന് ഈക്വൽ ആന്ന് പറഞ്ഞു. 2 × 2 4 + 1 × ഇവിടെ ഒരു 1 ഉണ്ടാവൂലെ എപ്പോഴും, 1/2 5/2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അത് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അറിയേണ്ടത് ലസാഗു പുസ്തകലെ ലസാഗു കാണാനാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാം, 2 + പിന്നെ 2 + എന്ത് ചെയ്യാം നമുക്ക്? 1/2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ഭിന്നസംഖ്യകളൊക്കെ ഒന്നിച്ചാക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യത്? ഇതിന്റെ ലസാഗു കാണാം. 2 8 16. അതിന്റെ ലസാഗു എങ്ങനെ കാണാം? 2 8 16. ഇത് നമുക്ക് 16 ആണ് ലസാഗു കിട്ടുക. അപ്പം ഇത് കാണണമെങ്കിൽ 2 1 2 2 8 എത്ര പ്രാവശ്യം പോവും? 4 2 8 8 2 16 അല്ലേ? ഇനി ഈ രണ്ടെണ്ണത്ത് പോകുന്നത് നോക്കുക, രണ്ടെണ്ണത്തെങ്കിലും പോകണം അല്ലേ? 2 പോവും. ഇവിടെ 1 താഴേക്ക് ഇറക്കിയിട്ട് വെക്കുക. 2 2 × 2 4 4 × 2 8 വീണ്ടും 2 പോവും അല്ലേ? 1 1 2 2 2 4. അപ്പൊ എത്രയാണ്? 2 4 4 8 8 16 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ 16 ഈ കാര്യം മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 16 എടുത്തു. ഇനി 2ല് 2നോട് ഏത് ഗുണിച്ചാലാണ് 16 കിട്ടുക നോക്കുക? 8 അല്ലേ? അപ്പം 8 × 2 16. അപ്പം 8 × 1 ചെയ്ത് നോക്കുക. 8 × 1 8. പിന്നെ ഏതാണ് ഇവിടെ ചിഹ്നം? മൈനസ് ആണ് അല്ലേ? 8 മൈനസ് ഇതേതാണ്? 8. 8നോട് എന്ത് ഗുണിച്ചാലാണ് 16 കിട്ടുക? 2. ആ 2 ഈ അംശത്തിനോട് കൂടെ ഗുണിക്കുക. അപ്പൊ 2 പിന്നെ അതാണ് 16. 16 എന്നുള്ളത് ഒരു 16 അല്ലേ? അപ്പൊ 1 × 1 1. ചിഹ്നം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. 8 - 2 എത്രയാണ്? 8 - 2 8 - 2 6ആണ്. 6 - 1 5 ആണ്. 5/16 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 5/16 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എന്താണ് ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? ആ 2 കൂടെ കൂട്ടിയിട്ട് 2 + 5/16 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാന്ന് ചോദിച്ചാൽ എത്ര കിട്ടും? 37/16. അത് ചെയ്യാൻ അറിയാലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇത് മേലെ എഴുതുക, അംശത്തിൽ എഴുതുക, പിന്നെ താഴെയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാന്ന് ചോദിച്ചാൽ 37/16 എന്ന് കിട്ടും. ഏതാ ആൻസർ കിട്ടുക? 37/16 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കിട്ടുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ആ 35 കുട്ടികളുടെ ശരാശരി വയസ്സ്, ശരാശരി കാണാൻ അറിയാലോ? ശരാശരി എന്ന് പറയുമ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം അല്ലെ? അതായത് ടോട്ടൽ വയസ്സ് ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം കിട്ടുന്നതാണ് ശരാശരി വയസ്സ്. എല്ലാവരുടെയും ടോട്ടൽ വയസ്സ് കൂട്ടിയിട്ട് അതിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 35 കുട്ടികളുള്ള, ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്, 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 15. അപ്പം എണ്ണം നമുക്കറിയാം 35. എന്നാൽ ടോട്ടൽ വയസ്സ് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല, അറിയില്ല. അപ്പൊ നമ്മൾ അതിന് എക്സ് കൊടുക്കുക. x/35 = 11 ആണ്. അപ്പൊ ടോട്ടൽ വയസ്സ് കാണാൻ എന്ത് ചെയ്യാം? x = 35 × 11 ചെയ്ത് നോക്കുക. 35 × 11 ചെയ്ത് നോക്കുക. അതാണ് ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും അറിയോ? 380. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 385 എന്ന് കിട്ടും. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് പിന്നെ എന്താ ചെയ്യുന്നത്, ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറെയും കൂടി ചേർത്തു, അപ്പോൾ ശരാശരി വയസ്സ് 12ആയി. അതായത് ടീച്ചറെ കൂടി ചേർക്കുമ്പോൾ ഈ എണ്ണത്തിന് മാറ്റം വരുമോ? വരും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ടോട്ടൽ എടുക്കുക. എക്സ് എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ടീച്ചറുടെ എണ്ണം ടീച്ചറും കൂടി കൂട്ടിയിട്ട് 36 എടുത്താൽ ഇവിടെ എന്താവും, നമ്മൾ 12 ശരാശരി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടോട്ടൽ വയസ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് വേണമെന്നില്ല, ഇവിടെ ഇത് എക്സ് ആകുമ്പോൾ ഇത് എക്സ് ആവും, അത് കൺഫ്യൂഷൻ വരണ്ട, അവിടെ വൈ ആയിട്ട് എടുത്താലും മതി കേട്ടോ. ഓക്കെ, y is equal to എന്താണ്, 36 × 12. 36 × 12 എന്ന് പറഞ്ഞാൽ നമുക്ക് 432 എന്ന് കിട്ടും. 432 എന്ന് കിട്ടും. അപ്പൊ ടീച്ചർ വയസ്സും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 432 ആണ് ടോട്ടൽ. എന്നാൽ കുട്ടികളുടെ മാത്രം 385. അപ്പൊ ടീച്ചറുടെ കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ 432 എന്ത് ചെയ്താൽ മതി, 385 കുറച്ചാൽ നമുക്ക് ടീച്ചറെ വയസ്സ് കിട്ടും. ഏത് വയസ്സാണ് കൂടിയെന്ന് കിട്ടും അല്ലേ? അപ്പൊ അതിന് ആൻസർ കിട്ടുന്നത് 47 എന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 അല്ലേ? അതിന്റെ ലസാഗു കാണാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണത്തെങ്കിലും കോമൺ ആയിട്ട് പോകുന്നത് വേണം. അപ്പൊ ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയും ഇല്ല. ഇനി 4 പോകുന്നുണ്ടോ? അതും ഇല്ല. 3 അതും ഇല്ല. 2 3-ലും 9-ലും ഏത് പോകും? 3 പോകും അല്ലേ? അപ്പോൾ ഇത് ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ താഴേക്ക് ഇറക്കി എടുക്കുക. പിന്നെ 3-ൽ എത്ര പ്രാവശ്യം പോകും? 3, 1 3 3. പിന്നെ 5, പിന്നെ 7 പോവില്ല, 9-ൽ 3. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പോവോ? ഇല്ല, ഒറ്റൊന്നിലും കോമൺ ആയിട്ട് പോകുന്നില്ല. അപ്പൊ എന്താ ചെയ്യാം, 3 7 21 ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 315 എന്നുള്ളതായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 315 കാണാനുണ്ടാവില്ല. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. മനസ്സിലായോ? നെക്സ്റ്റ്, കേരളയുടെ കോഡ്. കേരള എന്നുള്ളതിന്റെ കോഡ് JFQB എന്നായാൽ ഒഡീഷയുടെ കോഡ്. നമ്മളിപ്പോൾ എന്താ കേരളം, ഒഡീഷ, ഇങ്ങനെ കോഡ് കണ്ടെത്താൻ നമുക്ക് വിചാരിക്കും. ഒന്നുമില്ല, മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള കെ എടുക്കാം. കെയുടെ തൊട്ട് മുന്നിലാണ് എന്ന് പറയുന്നത് HIJK ആണല്ലോ. ഇനി ഇ എടുക്കുക. രണ്ടാമത്തെ എടുക്കുമ്പോൾ ഇങ്ങോട്ട് EF ആണ്, QR ആണ്, AB. ഒന്ന് അങ്ങോട്ട്, ഒന്ന് പിന്നിന്ന് എടുക്കുക, ഒന്ന് മുന്നിന്ന് എടുക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി പിന്നെ JKL AB. മനസ്സിലായോ? അതുപോലെ നമ്മൾ ഒഡീഷയുടേത് കാണാം അല്ലെ? O എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേരളയുടെ കെയുടെ മുന്നിൽ J അല്ലെ? അപ്പൊ O HIJKLMN ആയിരിക്കും വരിക. ഫസ്റ്റ് N ആണ്, മനസ്സിലാക്കി അല്ലെ? ഇവിടെയും ഒരു N വരുന്നുണ്ട്, ഇവിടെയും ഒരു N വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് വായിക്കുന്നുണ്ടേ. ഇവിടെയും ഒരു N വരുന്നുണ്ട്. ഇനി D, ഇപ്പൊ തൊട്ട് മുന്നിലുള്ള എടുത്തു ഓയുടെ. ഇനി ഡിക്ക് ശേഷമുള്ളത് ഇ എടുക്കുക. ഇവിടെയും ഇ വരുന്നുണ്ട്, ഇവിടെയും ഇ വരുന്നുണ്ട്, നിർത്താൻ പറ്റൂല. പിന്നെ ഐ എടുക്കാം. ഐ എടുക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ H ആണ് വരുന്നത് അല്ലെ? H. ഇവിടെയും H വരുന്നുണ്ട്, ഇവിടെയും H വരുന്നുണ്ട്, അപ്പോഴും നിർത്താൻ പറ്റൂല. എവിടെയാണോ നമുക്ക് പിന്നെ കിട്ടുന്ന അവിടുന്ന് സ്റ്റോപ്പ് ആക്കാം കേട്ടോ. പിന്നെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട, ഓരോന്നും ചെയ്ത് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി എസ് എടുത്താല് QRS T ആണ് അടുത്ത് വരേണ്ടത് അല്ലെ? T. ഇവിടെയും വരുന്നുണ്ട് T, ഇവിടെയും വരുന്നുണ്ട് T. ഇനി എന്താണ് H ലെ Hന്റെ മുന്നിൽ EFGH ആണ്, G ആണ് വരേണ്ടത്. ദാ കിട്ടി, ഇവിടെയാണ് G വരുന്നത് അല്ലെ? അപ്പൊ എന്താണ്, നമുക്ക് മനസ്സിലായി ഇത് വരൂല. അപ്പൊ ഇനി അടുത്ത് നോക്കാനൊന്നും നിൽക്കണ്ട, ഇതാണ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ഏതാണ്? NEHTGB. മനസ്സിലായോ? ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ്. ഇപ്പൊ നമ്മള് ആ വരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര വരിയിൽ മുന്നിൽ നിന്ന് എത്രാമത്, പിന്നിൽ നിന്ന് എത്രാമത്, സെയിം സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം, ഞാനത് വരച്ചിട്ട് തന്നെ പറയാം. ഇത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ടോട്ടൽ 50 കുട്ടികളാണ്. അനുവിന്റെ റാങ്ക് 20. 20 റാങ്കും ഏതായാലും മുന്നിൽ നിന്നായിരിക്കും അല്ലെ. 20 റാങ്ക് എന്താണ്, മുന്നിൽ നിന്ന് 20. ഇവിടെയാണ് ഇപ്പം അനു നിൽക്കുന്നത്. അനു ഇവിടെ നിൽക്കുന്നു, മനസ്സിലാക്കുക. അപ്പം ഇവിടെ 20 റാങ്കിലാണ് അനു നിൽക്കുന്നതെങ്കിൽ ഇവിടെ എത്ര കുട്ടികളുണ്ടാവും? 19 കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പം 19 കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ടോട്ടൽ 50 കുട്ടികളുണ്ട്. അനുവും കൂട്ടിയിട്ട് ഇവിടെ 20 ആയി. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 30 ആയി. ഇനി നമ്മൾ ചോദിച്ചത് അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം. ഇവിടെ 30 ആകുമ്പോൾ അടുത്തത് എത്രയായിരിക്കും? 31ാമതാണ് അനു നിൽക്കുന്നത്. ആൻസർ എന്താ? 31. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാകാത്തവർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5:120, 5:126, പിന്നെ 9 എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ന്റെ എന്താണ് ക്യൂബ് എടുക്കുക. 5ന്റെ ക്യൂബ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും എന്നറിയോ? 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5 × 5 × 5 എത്ര? ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ട കാര്യം കേട്ടോ. ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. ചെയ്ത് നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. 125. 125 പ്ലസ് 1 എന്തെന്ന് പറയുന്നത്? 126. അതുപോലെ നമ്മൾ 9 ചെയ്ത് നോക്കുക. 9 ക്യൂബ് ചെയ്ത് നോക്കുക. 9 × 9 81. 81 × 9 എത്രയാണ്? 89. 9 9 8 9 72. 729 എന്ന് കിട്ടും. 729ക്ക് ഒരു 1 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 730 എന്ന് കിട്ടും. ഇവിടെ ആൻസറിൽ നോക്കുക, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഒറ്റയാന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 146, 156. ഇത് ക്യാൻസൽഡ് ആണ്, ചോദ്യം ക്യാൻസലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് 146 ആൻസർ ആയിട്ടൊക്കെ എടുക്കാം. പക്ഷെ എന്താണ് ബാക്കിയുള്ളതൊക്കെ 4ന്റെ ഗുണിതങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 146 എടുക്കാനൊക്കെ പറ്റും. പക്ഷെ അവിടെ എന്താണ്, പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇതല്ലാതെ ഇത് 196 എന്ന് പറഞ്ഞാല് ഒരു പൂർണ്ണ വർഗസംഖ്യയാണ് അല്ലെ. അപ്പം അങ്ങനെ എടുക്കാം. അപ്പൊ രണ്ടും കൂടെ ആൻസർ വരുമ്പോൾ ഈ ചോദ്യം എന്താക്കിയിട്ടുണ്ട്? ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണേ. ഇപ്പൊ ഞാൻ ബോർഡ് മാസ്റ്റർ റൂളിൽ ഞാൻ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. കഴിഞ്ഞ ക്ലാസ് അല്ല, 2-3 ക്ലാസ്സിൽ നമ്മളിപ്പോൾ ചെയ്തു. ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. പ്ലസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം എഴുതി വെക്കുക. അവിടെ പ്ലസ് ഉള്ളോടത്ത് ഇൻറ്റു കൊടുക്കുക, മൈനസ് ഉള്ളോടത്ത് ഹരിക്കുക എന്ന് കൊടുക്കുക, ഇൻറ്റു ഉള്ളോടത്ത് മൈനസും കൊടുക്കുക, ഹരിക്കുക എന്നുള്ളടത്ത് പ്ലസും കൊടുക്കുക. എന്നിട്ട് ഇത് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് 2/3 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 5/6. ഇതിൽ എക്സിന്റെ വില അതാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണാം? നമുക്ക് വളരെ ഈസി ആണ് അല്ലെ. എന്താണ്? 2/3 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 5/6. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവാം. എക്സ് ഈസ് ഈക്വൽ ടു 5/6 മൈനസ് 2/3 ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ലസാഗു അല്ലെ, ലസാഗു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഗുണിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അറിയാത്തവരാണെങ്കിൽ 6 എടുക്കാം. 6 എടുത്താൽ എന്താണ് നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ 6 എടുത്തു. 6 എടുക്കുമ്പോൾ എന്താണ് 6 ഇതിലെ 6 ഒരു തവണ ഗുണിക്കണം. അത് ഇതിനായിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പൊ 5, 1 × 5 5 മൈനസ്, ഇവിടെ മൈനസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ 3, 6 കിട്ടാൻ 3നെ 2 കൊണ്ട് ഗുണിക്കണം അല്ലെ. 2 × 3 ആണ് 6. അത് അംശം കൊണ്ട് ഗുണിക്കുക. 2 × 2 4. അപ്പൊ എത്ര കിട്ടും നമുക്ക്?
1/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. മറ്റേത് കുറേ ടൈം എടുക്കും. ഓക്കെ, നിങ്ങൾ ഓരോന്നും ചെയ്തു വരുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരാൾ ഇത് ദിശ അറിയുമെന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട്, കിഴക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ എടുക്കാം. ഇതാണ് എപ്പോഴും വടക്ക്, ഇത് തെക്ക്, ഇതെന്താണ് കിഴക്ക്. നമ്മുടെ ഇന്ത്യൻ മാപ്പ് ആലോചിച്ചാൽ മതി. ഇതെന്താണ് പടിഞ്ഞാറ്. മനസ്സിലായോ? ഇനി എന്താണ്, ഒരാള് നേർരേഖയിൽ 5 മീറ്റർ, ഇവിടെയാണ് ഇപ്പൊ അയാൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുന്നു. ഇയാൾ എന്ത് ചെയ്തു? നേർരേഖയിൽ 5 മീറ്റർ എന്ത് ചെയ്തു? 5 മീറ്റർ കിഴക്കോട്ട് പോയി. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട് നടന്നു. ഇങ്ങനെ വടക്കോട്ട് നടക്കുകയാണ്. എത്ര? 12 മീറ്റർ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും, അതായത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, ആ സ്ഥാനവും ആദ്യത്തെ സ്ഥാനം ഇവിടെയാണ്. ഇത് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം. അപ്പൊ നമുക്ക് നേരെ വരച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുക? കുറഞ്ഞ അകലം കിട്ടുക അല്ലെ? ഓക്കെ, അപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം അറിയാലോ. എ ബി, ഇപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി എടുത്താൽ എന്താണ് നമ്മൾ എങ്ങനെ കാണാം? എ സി is equal to root of എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് അല്ലേ? അതായത് എത്രയാണ്? റൂട്ട് ഓഫ് എത്ര കിട്ടും നമുക്ക്? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25. 12 സ്ക്വയർ 144. 144 എന്ന് പറയുമ്പം എത്രയാണ്? റൂട്ട് ഓഫ് 169. 169 അതിന്റെ ഇതെന്താണ്? റൂട്ട് എന്താണ്? 13 അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 13 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ ദിശ അറിയാനാണ് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, പിന്നെ വടക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, പിന്നെ ആ ദൂരം, ആദ്യ സ്ഥാനം മധ്യസ്ഥാനം തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞത് കാണണമെങ്കിൽ നേരെയുള്ളത് കാണണം അല്ലെ? വളഞ്ഞും പൊളഞ്ഞൊക്കെ കണ്ട കുറഞ്ഞ സ്ഥാനം കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാനുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പുസ്തകങ്ങൾക്ക് നേരെ ലൈബ്രറിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കിട്ടും. സിനിമ എവിടെ നിന്നാണ്? ടിക്കറ്റ് ആണോ? സംവിധായകനാണോ? തിയേറ്റർ ആണോ? നിർമ്മാതാവാണോ? തിയേറ്റർ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ എന്താണ്, ചില ആളുകൾക്ക് ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് കിട്ടാതെ പോരുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ നോക്കുക, എന്താ, എയുടെ അമ്മയാണ് ബി, എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഇത് എ, എയുടെ അമ്മ, എയുടെ അമ്മയാണ് ബി. അപ്പൊ ഇതെന്താണ്? ഇത് മകൻ, ഇത് അമ്മ. കിട്ടി അല്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ബിയുടെ അമ്മയാണ് സി, ബിയുടെ അമ്മയാണ് സി. സി എന്ന് പറയുന്നത് ഈ അമ്മയുടെ അമ്മ, അതായത് ആരായിരിക്കും? ഇവിടെ മകന്റെ അമ്മമ്മയായിരിക്കും അല്ലേ? ഓക്കെ, ഇനി സിയുടെ മകനാണ് ഡി, സിയുടെ മകനാണ് ഡി. അപ്പോ ഡി ഒരു മകനും, ഇത് ആരായിരിക്കും? സിയുടെ മകളായിരിക്കും ഈ പറയുന്ന അമ്മ അല്ലെ? ഇത് മകനും ഇത് മകളും ആയിരിക്കും. ചോദ്യം എന്താണ്? എങ്കിൽ എയുടെ ആരാണ് ഡി? ആരായിരിക്കും? മകന്റെ ആരായിരിക്കും? അമ്മാവനായിരിക്കും അല്ലെ? അമ്മയുടെ അനിയത്തി ആയിരിക്കും, സോറി, അമ്മയുടെ അനിയനായിരിക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠനായിരിക്കും. ഓക്കെ, അതാണ് അമ്മാവൻ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതായത് ആലോചിച്ചുണ്ടാക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കിട്ടിയെന്ന് വരൂല. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. നെക്സ്റ്റ്, മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ്. മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്, ഇത് മനു കേട്ടോ. മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്.
മനുവിന് വിനുവിനേക്കാൾ എന്താണ് 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ വിനുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയായിരിക്കും? മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാകുമ്പോൾ വിനുവിന് എത്രയായിരിക്കും? അതിൽ നിന്നും 10 കുറക്കണം അല്ലെ? മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാന്ന് പറയുമ്പോൾ വിനുവിന് x-10 ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്താണ്? അടുത്ത വർഷമാകുമ്പോൾ മനുവിന്റെ പ്രായം എത്രയാവും? അടുത്ത വർഷമാകുമ്പോൾ മനുവിന്റെ പ്രായം x+1 ആവും. വിനുവിന്റെ പ്രായം എത്രയാവും? x-10 + 1 ആവും. x-10 + 1 പറഞ്ഞാൽ എത്ര? x-10 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x-9 ആയിരിക്കും അല്ലെ? വലുതിൽ നിന്ന് ചെറുത് കുറിച്ച് വലുതിന്റെ ചിഹ്നം ഇടാം. ഓക്കെ. ഇനി മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവെന്ന് പറഞ്ഞു. ഓക്കെ. അടുത്ത വർഷം എന്താവും പറഞ്ഞിട്ടുണ്ടായിരുന്നു? മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും പറഞ്ഞു. അപ്പൊ വിനുവിന്റെ പ്രായം അടുത്ത വർഷം മനുവിന്റെ പ്രായം അടുത്ത വർഷം എത്രയാണ്? x+1 ഉം വിനുവിന്റെ പ്രായം 2 മടങ്ങാവും. എത്രയാവും? 2 × x-9 ആവും എന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. x+1 = 2x എന്താണ് 18. ഓക്കെ. x ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ x മൈനസ് ഇതിലുള്ളത് ഇങ്ങോട്ട് പോയാൽ x 19 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ മനുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണ് ഈ പറയുന്ന x. അതായത് ഇവിടെ കിട്ടിയ x എത്രയായി? 19. ഓക്കെ. കിട്ടിയല്ലോ? ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ ക്ലാസ് ഒന്നും കൂടെ കേട്ടു നോക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. മാത്സ് ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ. ബ്രേക്ക് എടുക്കേണ്ടവർക്ക് ബ്രേക്ക് എടുക്കാം. എനിക്ക് എന്തായാലും ബ്രേക്ക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം എന്ന് പറയുന്നത് അലിയ CX-300 ആണ് ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അലിയ CX-300. അടുത്തത്, അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളെ കണ്ടെത്തിയ ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ? ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളെ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നൗറാക്കി ട്ടോ. കരോൾ നൗറാക്കിയാണ് എന്ത് ചെയ്തത്? പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നൗറാക്കി. ഓക്കെ. പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ യങ് ആണ് പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് കരോൾ നൗറാക്കി ആണ്. പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരാണ്? ലീ ജെ യങ് ആണ്. പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ യങ്. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് കരോൾ നൗറാക്കി. നെക്സ്റ്റ്, 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വേ, അതായത് തെക്കേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് സാന്റിയാഗോ പെന പലാസിയോസ്. 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വേ പ്രസിഡന്റ് ആണ്. 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പരാഗ്വേ പ്രസിഡന്റ് ആണ് സാന്റിയാഗോ പെന പലാസിയോസ്. അടുത്തിടെ ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസ് ആണ്. അടുത്തിടെ ചിത്രകാരൻ സൈനുൽ ആബ്ദീന്റെ ചിത്രം ഉൾപ്പെടുത്തിയ കറൻസി പുറത്തിറക്കിയ രാജ്യം ബംഗ്ലാദേശ്. ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം എന്ന് പറയുന്നത് ഏതാണ്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ഏതെന്ന് പറയുന്നത് ലോകത്തിലാണ് കേട്ടോ. ഏതെന്ന് പറയുന്നത് ചെനാബ് പാലം എന്ന് പറയുന്നത്. 2025 ജൂണിൽ മരണപ്പെട്ട ISRO ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തിയാണ് നെല്ലെ സു മുത്തു. 2025 ജൂണിൽ മരണപ്പെട്ട ISRO ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായിരുന്ന വ്യക്തിയായിരുന്നു. ഇന്ത്യയുടെ ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീകി താപ്പർ അന്തരിച്ചു. ബഹിരാകാശ നിലയത്തിലെത്തിയ 634ാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ നിലയത്തിലെത്തിയ 634ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്ത പേടകം ഏതെന്ന് ചോദിച്ചാൽ ഡ്രാഗൺ ആണ്. ഈ ഡ്രാഗൺ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഫാൽക്കൺ 9 ആണ്. 634ാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ ഉള്ളവർ യാത്ര ചെയ്ത പേടകം ഡ്രാഗൺ ആണ്. ഡ്രാഗൺ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് എന്ന് പറയുന്നത് ഫാൽക്കൺ 9 ആണ്. ഓക്കെ. ആക്സിയം ദൗത്യത്തിൽ 4 സഞ്ചാരികൾക്കൊപ്പം പോയ അരയന്ന പാവയുടെ പേര് ജോയ് ആണ്. ആക്സിയം ദൗത്യത്തിൽ 4 സഞ്ചാരികൾക്കൊപ്പം പോയ അരയന്ന പാവയുടെ പേര് ജോയ്. വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരം ഐസ്വാൾ ആണ്. വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഐസ്വാൾ ആണ്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക് എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക് എന്ന് പറയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ കാച്ചെഗുഡെ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ കാച്ചെഗുഡെ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ എന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ധു. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി നടുപതിയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി എന്ന് പറയുന്നത്. 2025 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2025 അതുപോലെ 35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. 2025-35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 2025-35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്തിടെ എന്താണ് മക്കാന അല്ലെ? മക്കാന അറിയാലോ. മക്കാന US-ലേക്ക് കേട്ടോ. യുഎസിലേക്ക് കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ബീഹാറിൽ നിന്നാണ് അടുത്തിടെ മക്കാന കയറ്റുമതി ചെയ്തത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം മംഗളൂരു. ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംഭരണ കേന്ദ്രം എന്ന് പറയുന്നത് മംഗളൂരു. ഇന്ത്യയിലെ ടൂറിസം സൈറ്റിലെ സന്ദർശകരിൽ ഒന്നാമത് കേരള വെബ്സൈറ്റ്. ഇന്ത്യയിലെ ടൂറിസം സൈറ്റിൽ ഒന്നാമത് നിൽക്കുന്നത് കേരള വെബ്സൈറ്റ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് രണ്ടാമത് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് രണ്ടാമത്. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ മനീഷ് ഖന്ന. മെറ്റ ഇന്ത്യയുടെ പുതിയ മേധാവി അരുൺ ശ്രീനിവാസ് ആണ്. മെറ്റ ഇന്ത്യയുടെ പുതിയ മേധാവി അരുൺ ശ്രീനിവാസ്. മെറ്റ ഇന്ത്യയുടെ പുതിയ മേധാവി അരുൺ ശ്രീനിവാസ്. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ മനീഷ് ഖന്ന ചുമതലയേറ്റു. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ
ചെയർമാൻ രവി അഗർവാള്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ രവി അഗർവാള്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറിന. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന് രവി അഗർവാളും ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? MSC ഐറിന. ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറിന. 2025 കറന്റ് ആണ്, അതായത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ ആണ് കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? EP രാജഗോപാൽ. EP രാജഗോപാൽ ആണ് 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വിശ്വനാഥൻ ആനന്ദ്. ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വിശ്വനാഥൻ ആനന്ദ്. ഓക്കെ, അടുത്തതാണ് ഉദയ് അല്ലെ. ആധാറിന്റെ ഒഫീഷ്യൽ മാസ്കോട്ടായി നിലവിൽ വന്നത് ഉദയ് എന്ന ഈ മാസ്കോട്ടാണ്. ഇത് തയ്യാറാക്കിയത് ഇമ്പോർട്ടന്റ് ആണ്, തൃശൂർ ജില്ലക്കാരനാണ്. ആര്? അരുൺ ഗോകുലാണ് ഇത് തയ്യാറാക്കിയത്. ആധാറിന്റെ ഒഫീഷ്യൽ മാസ്കോട്ടായി നിലവിൽ വന്നത് ഉദയ് എന്ന ഈ മാസ്കോട്ടാണ്. ഇത് തയ്യാറാക്കിയത് തൃശൂർ ജില്ലക്കാരനായിട്ടുള്ള അരുൺ ഗോകുലാണ്. ഓക്കെ, ഇത്രയും കാര്യം പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ഇന്ന് ഇത്രയും കാര്യമാണ് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ശരി. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു.